ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാം ശുഭമായി പര്യവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. കാരണം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പോലും 27-ന് സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് കാരണമുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഇന്നലെ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ചാനലുകളിലും എല്ലാവരും 27-ാം തീയതി റിലീസ് എന്ന് പറയുമ്പോഴും അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ട് ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹം ഒരു ഫോണിൽ വന്നിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് 27-ന് റിലീസ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നു, അന്ന് തന്നെ ഇറങ്ങും, 27-ന് തന്നെ റിലീസ് ആവും ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പം പോലും അദ്ദേഹം അത് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു സംശയം വെച്ച് പറഞ്ഞത്. പക്ഷെ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് രാവിലെ തന്നെ പൃഥ്വിരാജ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പുതിയ പോസ്റ്ററും വെച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ തിരിഞ്ഞു നിൽക്കുന്നത്, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് ലാലേട്ടൻ ഒരു സ്റ്റേജിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ട് വ്യക്തമായിട്ട് മാർച്ച് 27-ാം തീയതി രാവിലെ 6 മണിക്ക് അക്രോസ് ദ വേൾഡ്, അത് ഡീറ്റെയിൽ ആയിട്ട് പൃഥ്വിരാജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അക്രോസ് ദ വേൾഡ് അതിൽ ഓരോ ടൈം സോണിലുള്ള കറസ്പോണ്ടിങ് ടൈമിൽ റിലീസ് ആവുന്നത്. അപ്പൊ അത് എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തരുന്നത് അത് കേട്ടപ്പോഴാണ്. കാരണം നമ്മൾ ഇവിടെ UAE-യിൽ ചില സിനിമകൾ, ഒട്ടുമിക്ക സിനിമകളും നാട്ടിലിറങ്ങി നെക്സ്റ്റ് ഡേ, അതായത് വലിയ വലിയ റിലീസ് ആണെങ്കിൽ നാട്ടിലിറങ്ങിയിട്ടില്ല നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ മേ ബി നാട്ടിലിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ റിലീസ് ആവാറ്. അപ്പം എമ്പുരാനിൽ എനിക്ക്, കാരണം നമുക്ക് എമ്പുരാൻ കാണുക, അത് കണ്ടുവന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം, അത് നമ്മളെ ഒരു എന്താ പറയാ, അതിന് വെയിറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞാല്. അപ്പൊ എനിക്കുള്ള ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഇറങ്ങി നെക്സ്റ്റ് ഡേ ആണോ ഇവിടെ ഇറങ്ങുക സിനിമ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വന്ന പോസ്റ്റില് പൃഥ്വിരാജ് വ്യക്തമായിട്ട് അക്രോസ് ദ വേൾഡ് ആ കറസ്പോണ്ടിങ് ടൈമിൽ റിലീസ് ആവുമെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 27-ാം തീയതി രാവിലെ തന്നെ സിനിമ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏത് ഡിസ്ട്രിക്റ്റിൽ ഏത് തിയേറ്ററിലാണ് നിങ്ങളൊക്കെ സിനിമ കാണാൻ പോകുന്നത്, എന്താണ് പ്ലാൻ, അന്നത്തെ ദിവസം പരിപാടികൾ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചുമ്മാ നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ലാലേട്ടന്റെ സിനിമ നാട്ടിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ആഘോഷിച്ച് കണ്ടിട്ട് ഇത്ര വർഷങ്ങളായി. അതാണ് ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇവിടുത്തെ തിയേറ്ററുകളിൽ നമ്മള് ആ നാട്ടിലെ ഓളമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. സോ എന്നാൽ പോലും ഞാൻ ഈ സിനിമ എമ്പുരാന് കാണാൻ, കാരണം 2 തരം തിയേറ്റേഴ്സ് ഇവിടെയുണ്ട്. അതായത് നമ്മൾ ചില തിയേറ്ററിൽ, ചില മാളുകളിൽ തിയേറ്ററിൽ പോയാൽ നമ്മൾ ഏത് വലിയ സിനിമയും, എന്ത് ആഘോഷിക്കാനുള്ള സിനിമ, മസാല സിനിമ ആണെങ്കിൽ പോലും അനങ്ങാതെ ഇരുന്ന് ചിരിക്കാതെ ഇരുന്ന് കാണുന്ന ആ ഒരു വൈബ് ഇവിടെയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. എന്നാൽ ചില സ്ഥലത്ത്, ചില തിയേറ്ററിൽ നമുക്ക് ഏകദേശം നാട്ടിലെ ഒരു വൈബ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. സോ ഉറപ്പായിട്ട് എമ്പുരാന് ഞാൻ ടിക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ ഈ എമ്പുരാന് വേണ്ടി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ഒരു നാട്ടിലെ വൈബ് മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു പരിധി വരെ കിട്ടുന്ന ആ തിയേറ്ററാണ്. ഞാൻ 27-ാം തീയതി ഫസ്റ്റ് ഷോ തന്നെ കാണാൻ മാക്സിമം ട്രൈ ചെയ്യും. കാരണം മോൻ സ്കൂളിലും പോയി വൈഫും ജോലിക്ക് പോയതിനു ശേഷം ഒറ്റയ്ക്ക് പോയി കാണാനാണ് എന്റെ പ്ലാന്. സോ നിങ്ങളെ അന്നത്തെ ദിവസത്തെ പ്ലാനും എന്താണ്? കാരണം ഇതൊരു സത്യമുള്ളൊരു ശരിക്കും ഒരു ഉത്സവമായിട്ടാണ് മലയാളത്തിൽ ഇന്നേ ഒരു സിനിമയും ഇങ്ങനത്തെ ഒരു ഉത്സവം പ്രതീതിയിൽ, ഇനി അഥവാ മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടന്റെ ലൂസിഫറും പുലിമുരുകൻ പോലത്തെ സിനിമകൾ മാത്രമാണ്. അത് ഇങ്ങനെ മാത്രമുള്ള ഒരു വേറെ പരിപാടിയാണ് അത്, ഈ ഒരു ആഘോഷത്തൊക്കെ. പിന്നെ പറയാനുള്ളത് വെച്ചാല് ഇത് ഇന്ന് അനൗൺസ് ചെയ്യുമ്പോൾ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ആണ്. കാരണം ഞാൻ എമ്പുരാനില് സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടും ലാലേട്ടനെ വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ കാണാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. എന്നാൽ ഈ പോസ്റ്റിൽ നമുക്ക് കാണാം വ്യക്തമായിട്ട് അതില് ഒരു സ്റ്റേജിൽ, കേരളത്തിലുള്ള സ്റ്റേജിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് പൃഥ്വിരാജ് ഷെയർ ചെയ്തത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റില് 27-ാം തീയതി 6 മണിക്ക് നമുക്കറിയാം, ആ എഴുതിയ ഇതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു എന്തുകൊണ്ടാണ് ഈ 0600 എന്നൊക്കെ അദ്ദേഹം എഴുതിയതെന്നൊക്കെ നമ്മൾ ഒരുപാട് ഇലുമിനാറ്റിയും മറ്റതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പല തവണ ചർച്ച ചെയ്തതാണ്. സോ ഇതൊക്കെ അതിന്റെ ഒരു ഡബിൾ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെയുള്ള ടാഗ് ലൈൻ അറ്റ് ദ ബ്രേക്ക് ഓഫ് ഡോൺ ഡാർക്ക്നെസ് ഡിസൈൻസ് ആണ്. ഇതിൽ എനിക്ക് എന്താ പറയാ, ലാലേട്ടന്റെ ഈ ലാലേട്ടൻ വെള്ളിയും വലിയ കോസ്റ്റ്യൂം ഡിസൈനർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കേട്ടല്ല, ഇത്ര നന്നായിട്ട് വെള്ളിയും ഡ്രസ് ചെയ്യുന്ന ഒരു വേറെ ആക്ടർ ഇല്ല. വളരെ സത്യമാണത്. ലൂസിഫറിൽ ആ ഒരു എന്തോ ഒരു പ്രത്യേക ലുക്കായിരുന്നു ലാലേട്ടനെ വെള്ളം. അപ്പൊ പിന്നെ ഈ ഒരു പോസ്റ്റ് ഞാനും ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയത് അതായത് നമ്മളെ ആർച്ച്, അതായത് എൻട്രൻസിന്റെ അവിടെയുള്ള ആർച്ചില് വിശദീകരണ യോഗം എന്ന് പറയുന്നത് PK രാംദാസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്. സോ എമ്പുരാൻ സിനിമയിലുള്ള ഒരു ഒരു കഥാ പശ്ചാത്തലത്തിൽ വരുന്ന എന്തോ കാര്യമാണ്. സോ ഇത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. കാരണം വിശദീകരണ യോഗം എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റേജിൽ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിൽ എന്താണ് വേണേ ചില കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. വേറെ ഈ പോസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. നമ്മള് ഡേയ്സ് കൗണ്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, 27-ാം തീയതി രാവിലെ 6 മണിയാകാം. അത്രേ ഉള്ളൂ. ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ് ആയിട്ട് പൃഥ്വിരാജ് വരുന്നുണ്ട്. മേ ബി ഇന്ന് ഈവനിങ് ഒരു വേറെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ട്രെയിലറാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് ഉടനെ തന്നെ പൃഥ്വിരാജ് തന്നെ രംഗത്ത് വരും. സോ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.